കോഴിക്കോട് കൊളത്തറ പള്ളിത്താഴത്ത് മണ്ണിടിഞ്ഞു വീണ് വീട് തകർന്നു. അസ്ലാമു എംപിയുടെ വീടാണ് തകർന്നത്. കുടുംബാംഗങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും മേഘ്ന മുരളി ചേരുന്നുണ്ട്. മേഘ്ന, എപ്പോഴായിരുന്നു സംഭവ സമയം വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? വിശദാംശങ്ങൾ. ആതിര, ഇന്നലെ മുതൽ പ്രദേശത്ത് അതിശക്തമായ മഴ തുടരുന്നുണ്ട്. അതിന്റെ തുടർച്ചയായാണ് ഇന്നലെ രാത്രി തന്നെ ഒരു മണ്ണിടിയൽ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ മണ്ണിടിഞ്ഞ് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ കൊളത്തറ പള്ളിത്താഴത്ത് അബ്ദുൾ അസ്ലമുവിന്റെ വീടാണ് തകർന്നത്. ഇതിൽ തലനാരിഴയ്ക്കാണ് അസ്ലമുവിന്റെ കുടുംബം രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. ഭാര്യയും 3ഉം 7ഉം വയസ്സുമുള്ള കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു. ഈ മണ്ണിടിക്കുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാലാണ് ഇവർ രക്ഷപ്പെട്ടത്. തലനാരിഴയ്ക്കാണ് ആളപായം ഈ ഒരു അപകടത്തിൽ ഒഴിവായത്. ഇതിൽ കൂടുതൽ മണ്ണിടിക്കൽ സാധ്യതകൾ ഈ പ്രദേശത്ത് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തെ വീട്ടുകാരെയൊക്കെ ഇപ്പോൾ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഫയർഫോഴ്സ് അടക്കം എത്തി, റെസ്ക്യൂ ടീം അടക്കം പ്രദേശത്ത് എത്തിയാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്തെ ഒരു വീടിന്റെ മുകളിൽ മണ്ണ് വീണത് ഇപ്പോൾ താൽക്കാലികമായി മാറ്റിയിട്ടുള്ളത്. എന്തായാലും ഈ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഇപ്പോഴും ഈ പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. മണ്ണിടിച്ചിൽ സാധ്യതയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശരി മേഘന, കോഴിക്കോട് കൊളത്തറയിലാണ് മണ്ണിടിഞ്ഞു വീണ് വീട് തകർന്നത്. അസ്ലാമു എംപിയുടെ വീടാണ് തകർന്നത്. കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്.